സിനിമ നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു ക്യാമ്പസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. കാര്യം ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടം 2000-നും 2005-നും ഒക്കെ ഇടയ്ക്കുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്ന് പറയാവുന്നത് ചിലപ്പോൾ അതിൻ്റെ ഒരു മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയ ഈ ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആളുകൾ തമ്മിലുള്ളൊരു അടുപ്പക്കുറവൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഈ ഫോണിലാണ് ആളുകൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന അങ്ങനത്തെ സൗഹൃദവും പ്രണയവും കുറച്ച് അതിൻ്റെ ഭംഗി മാറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെയോ ഇങ്ങനെയുള്ള കോളേജുകളിൽ, ആർട്സ് കോളേജുകളിലൊക്കെ പഠിച്ചവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും ഈ സിനിമ. ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നതും ഈ സിനിമയിലെ ഈ ക്യാമ്പസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നതും ഒരു ഈ കഥകളെയും കവിതകളെയൊക്കെ സ്നേഹിക്കുന്ന, ചുവരെഴുത്തുകളുള്ള, മനോഹരമായിട്ടുള്ള ക്യാമ്പസുള്ള, ഒരുപാട് മരങ്ങളുള്ള, അതായത് ഒരുപാട് സൗഹൃദവും പ്രണയവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കോളേജാണ്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ പഠിച്ചവർക്ക് തീർച്ചയായിട്ടും ഇത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും. ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രം എന്ന് പറയുമ്പോൾ 2 കഥാപാത്രമുണ്ട്. ഒന്ന് 1970-കളിൽ, ആ സമയത്ത് 70-ന് ശേഷമുള്ള ആ സമയത്ത് ജീവിച്ചിട്ടുള്ള കൊച്ചനിയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ ഈ 2004 ആ കാലഘട്ടത്തിനകത്ത് വരുന്ന പോൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഈ 2 കഥാപാത്രമാണ് ഞാൻ ഈ സിനിമയ്ക്കകത്ത് ചെയ്യുന്നത്. രണ്ടും ഫിക്ഷണലായിട്ടുള്ള കഥാപാത്രങ്ങളാണ്, പക്ഷെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനും റിയലിസ്റ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള സിനിമയുമാണിത്. അപ്പോൾ എനിക്ക് ഈ 2 കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ ഇതിൽ രണ്ടിലും എൻ്റെ അംശങ്ങൾ എവിടെയൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിലെല്ലാം എനിക്ക് എന്നെ തന്നെ എവിടെയൊക്കെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പോൾ എന്ന് പറയുന്നത് എൻ്റെ അംശത്തിനേക്കാൾ ഉപരി ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് പോളിനകത്ത്. എൻ്റെ കൂട്ടുകാരുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള മറ്റു ഒരുപാട് പേരുടെ ഒരുപാട് എലമെൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് പോൾ എന്ന് പറയുന്നത്. പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളതെന്ന് പറയുന്നത്, ഒരു സിനിമയെ മുൻവിധിയോടെ നോക്കി കാണരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. കാര്യം ഈ സിനിമ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ മോശമാക്കി ചിത്രീകരിക്കാനോ മറ്റൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനത്തെ ഒരു ചിന്താഗതിയോടുകൂടിയിട്ട് എടുത്തിരിക്കുന്ന സിനിമയല്ല ഈ സിനിമ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ പറയാനായിട്ട് നമുക്ക് 2 വിഭാഗങ്ങൾ വേണം, 2 പാർട്ടികൾ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പേരുകളും ഫിക്ഷണലായിട്ടുള്ള KSQ, SFY എന്നാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. റിയൽ ലൈഫ് പാർട്ടീസിൻ്റെ പേരും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഇതിൽ ഭയങ്കര എന്താ പറയുക, ഒഫൻഡഡ് ആവേണ്ട ഒരു കാര്യമില്ല. കാര്യം അങ്ങനെയല്ല. ഈ സിനിമയുടെ പാർട്ടികൾ എന്നതിലുപരി ഇതിൻ്റെ കഥയിലാണ് പ്രാധാന്യം. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് അത് ഏത് പാർട്ടിക്കാരനും അപ്ലിക്കബിളാണ്. ഏതൊരു പാർട്ടിക്കാരനായിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, ഏത് രാജ്യക്കാരനായിക്കോട്ടെ, ഏത് നിറക്കാരനായിക്കോട്ടെ, ആർക്കാണെങ്കിലും അടിച്ചമർത്തപ്പെടുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് വിപ്ലവമാണ്. അതൊരു പ്രത്യേക ആൾക്കാർക്ക് മാത്രം ഉണ്ടാവുന്നതല്ല. മനസ്സിനകത്ത് ഒരു ചെറിയ വിപ്ലവവും പ്രതിരോധിക്കാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടാവും. അപ്പം അതാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പക്ഷക്കാരുടെ സിനിമയല്ല, ഇതെല്ലാവരുടെയും സിനിമയാണ്. സമൂഹത്തിൽ ഇന്ന് പലതും ചോദ്യം ചെയ്യപ്പെടേണ്ട, പലതും മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഈ സമയത്ത് ഈ ഒരു സിനിമ അതിനൊക്കെ ഒരു പ്രചോദനമാവും എന്ന്. ഇതൊരു സിംബോളിക്കലി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൻ്റെ വരേണ്ട മാറ്റങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. സിനിമ ഈ പറയുന്ന പോലെ എല്ലാവരും കാണാനും എല്ലാവർക്കും ഇഷ്ടപ്പെടാനും വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ സിനിമയിൽ നമ്മൾ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ കഥാകൃത്ത് എഴുതി വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളാണ്, അല്ലാതെ നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ ഇതൊരു കഥയാണ്. ആ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആശയങ്ങൾ പങ്കുവയ്ക്കാനാണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ വേണം ഈ സിനിമയെ കാണാനും വിലയിരുത്താനും.